വർഷമാക്കി, ഓർമ്മയില്ല, 2 വർഷമാക്കി മാറ്റിയിട്ട് ഇദ്ദേഹത്തെ ഒഴിവാക്കണം. കാരണം ഇദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പൊ ഇദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടാണ് അങ്ങനെ കൊണ്ടുവന്ന ആളാണ് പത്തനംതിട്ടയുടെ ഇതായിരുന്നത്. അതാണ് ഒരു വർഷങ്ങളായുള്ള ഒരു പദ്ധതിയായിരുന്നല്ലേ ഈ സ്വർണ്ണം. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അറിയുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇത് തുടങ്ങി പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ചൈതന്യം അല്ലെങ്കിൽ അയ്യപ്പ വിഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പല പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലൊക്കെ ഇപ്പോൾ നമുക്ക് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടേതായ ഒരു ഇതാണ് അല്ലേ. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ അത് എത്രത്തോളം അവർ ആ ഒരു പൂജ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അയ്യപ്പ വിഗ്രഹത്തെ കൊണ്ടുപോകുന്നറിയില്ല. പക്ഷെ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ കോടികൾ എത്ര വേണം കോടി മുടക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്താണ് ഈ വിഗ്രഹത്തിനെ കിട്ടുക എന്നുള്ളത്. പൂജാമുറിയിൽ സ്വന്തം പൂജാമുറിയിൽ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് അവരുടെ ആചാരവിധി പ്രകാരം അയ്യപ്പനൂടെ, കാരണം അങ്ങനത്തെ രീതിയിലുള്ള അങ്ങനെയും ചിന്തിക്കാം കേട്ടോ. പല ദേവവിധി പ്രശ്നമൊക്കെ രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.